ലൈഫ് വീഡിയോ ആണ്. സുനു ഇപ്പത്തൊട്ട് വ്ളോഗ് ഒക്കെ ചെയ്ത് പൊളിക്കാൻ വേണ്ടി കൂടാണ് ഗൈസ്. യെസ്. സുനു ഒരു പ്രാവശ്യം ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ട് നല്ല വ്യൂസ് ഉണ്ടായിരുന്നു. ഒരു പ്രാവശ്യം 2 പ്രാവശ്യം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്യാവശ്യം ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ടുണ്ട്. നല്ല വ്യൂസ് ഉണ്ടായിരുന്നു. സുനു ഭയങ്കര ഹാപ്പി, നല്ല കമന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. സുനുവിനെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടൊക്കെ. അപ്പൊ സുനു വീണ്ടും ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ട് വന്നേക്കുന്നത്, അതും റമദാൻ ഡേ ഇൻ മൈ ലൈഫ് ഡേയ്സ്. അപ്പൊ ഇപ്പൊ നമ്മൾ അത്താഴത്തിന് എണീറ്റേക്കണേണ്. സമയം എത്രയോ 3:15 വെച്ച് എണീറ്റാണ്. ഇപ്പൊ ഒരു 3:45 കാണും അല്ലെ? 3:45. സാധാരണ സുനുവിന്റെ രാവിലെ ഞാൻ കുത്തിയെണീപ്പിക്കല് കുറച്ച് പാട് വിടും കേസ്. ഞാൻ ഇന്ന് കുറെ മുട്ടി ലാസ്റ്റ് സുനു എണീറ്റ് അല്ലെ? ഒന്നും പറയണ്ട കേസ്. അപ്പൊ നാളെ എക്സാം എല്ലാം തുടങ്ങണേണ്. അതുകൊണ്ട് ഇന്ന് ഫുൾ റിവിഷൻസ് ആയിരിക്കും ക്ലാസ്സിൽ. അതെ, അതുകൊണ്ട് ഇവിടുന്ന് കുറച്ചൊരു വയസ്സ് ഇട്ടിട്ടൊക്കെ പോണം. അത്താഴം കഴിച്ചാൽ എന്റെ പണി ഇരുന്ന് പഠിക്കുക. ഉറക്കൂല കേസ്. അത്താഴം കഴിച്ചിട്ട് ഉറക്കൂലാത്ത രാത്രിയാണ് സുനുവിനും. രാത്രി ഡാൻഡ്രഫ് ഉണ്ടല്ലോ, നല്ല ഡാൻഡ്രഫ് ഉണ്ട്. കുറെ ദിവസം ഈ ഡാൻഡ്രഫ് കൊണ്ടിട്ട് ഞാൻ സഫർ ചെയ്യുന്നത്. എന്റെ ഒരു സൊല്യൂഷൻ ഉണ്ട്. മമ എർത്തിന്റെ ലെമൺ ആന്റി ഡാൻഡ്രഫ് ഷാമ്പു ആൻഡ് കണ്ടീഷണർ. ഇത് എനിക്ക് തന്നെ കിട്ടിയെന്നല്ലേ. എനിക്ക് ഡാൻഡ്രഫ് ഒരു സമയത്ത് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇവരുടെ മമ എർത്തിന്റെ വെബ്സൈറ്റിൽ പോയിട്ട് ഞാൻ ചെക്ക് ചെയ്ത്, ഞാൻ കുറെ റിവ്യൂസ് ഇങ്ങനെ സെർച്ച് ചെയ്തു, ഓരോ പ്രൊഡക്ട്സിന്റെ സെർച്ച് ചെയ്തു. ഇവരുടെ ഇതിലോട്ട് വന്നപ്പോ നല്ല റിവ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയപ്പോ എന്റെ ഡാൻഡ്രഫ് ഫുൾ പോയി, മുടിയൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയി. ഡാഡി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഗൈസ് എന്തായാലും സുനു സജസ്റ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ ഒന്ന് പോയി ട്രൈ ചെയ്ത് നോക്കിട്ട് വരാം. മമ എർത്ത് ലെമൺ ആന്റി ഡാൻഡ്രഫ് ഷാംപൂ ഡാൻഡ്രഫിനെ 100% നാച്ചുറലി റിമൂവ് ചെയ്യുന്നതാണ്. ഇറ്റ് ഹാസ് ഗുഡ്നെസ് ഓഫ് ലെമൺ ആൻഡ് ജിഞ്ചർ. ഇത് നമ്മളുടെ ഹെയറിനെ സ്മൂത്ത് ആക്കുന്നതാണ്. ഈ ഷാംപൂ യൂസ് ചെയ്യുമ്പോൾ മമ എർത്തിന്റെ തന്നെ ലെമൺ ആന്റി ഡാൻഡ്രഫ് കണ്ടീഷണർ കൂടെ യൂസ് ചെയ്താൽ ബെറ്റർ റിസൾട്ട് കിട്ടുന്നതാണ്. ഗൈസ്, മമ എർത്ത് കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്കിനനുസരിച്ച് അവർ അവരുടെ പ്രോഡക്റ്റ് ഇംപ്രൂവ് ചെയ്യുന്നതാണ്. അടിപൊളി ഗൈസ്, ഒരു രക്ഷയില്ല. കിട്ടില്ല ഷാമ്പൂ. എന്തൊരു ഡാൻഡ്രഫ് ആണെന്നറിയോ, ഇപ്പൊ എല്ലാം ഓക്കെ ക്ലിയർ ആയി. സോ ഗൈസ്, അപ്പൊ നിങ്ങൾക്ക് മമ എർത്തിന്റെ ലെമൺ ആന്റി ഡാൻഡ്രഫ് ഷാംപൂ ആൻഡ് കണ്ടീഷണർ വേണമെന്നുണ്ടെങ്കിൽ മമ എർത്തിന്റെ വെബ്സൈറ്റ് ആൻഡ് ആപ്പിൽ പോയി സുനേന 2025 കൂപ്പൺ കോഡ് അടിച്ച് നിങ്ങൾക്ക് 20% ഓഫ് കിട്ടുന്നതായിരിക്കും. സോ ഗൈസ്, ഇറ്റ്സ് ഓൾസോ അവൈലബിൾ ഓൺ ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ട്, പർപ്പിൾ ആൻഡ് നിയർ ബൈ സ്റ്റോഴ്സ്. അപ്പൊ ഗൈസ്, ഇപ്പൊ ഡാഡ വന്നേരം കുറച്ചിരുന്ന് പഠിച്ചു, അതുകൊണ്ട് പിന്നെ അത്തരം കഴിക്കാന്ന് വിചാരിച്ച്. അതുകൊണ്ട് ഇപ്പൊ ഞാൻ വാട്ടർമെലൺ ഫ്രൂട്ടും വാട്ടർമെലൺ ജ്യൂസും എടുത്തേക്കണാണ് ഇപ്പൊ അത്താഴം കഴിഞ്ഞ്. അതുകൊണ്ട് പിന്നെ പോയി ബാക്കി കുറച്ചേരം ഇരുന്ന് പഠിക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് എങ്ങാനും പഠിച്ച് കഴിഞ്ഞ വയസ്സൊക്കെ കഴിഞ്ഞെങ്കിൽ ഒരു അരമണിക്കൂർ കിടന്ന് ഉറങ്ങാമെന്നുണ്ട്. കാരണം ഇത്ര രാവിലെ അത്ര കുറെ നേരം ഞാൻ എണീറ്റിട്ട്, അതുകൊണ്ട് ഭയങ്കര കുറച്ച് ടയേർഡാവും. ഇനിയും കുറച്ചുകൂടെ പഠിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഞാൻ ഹാഫ് ആൻ അവർ കിടന്നുറങ്ങും. അല്ലെങ്കിൽ സമയമില്ലെങ്കിൽ ഞാൻ റെഡിയാകും, സ്കൂളിൽ പോവും, പഠിക്കും, വരും. ഓക്കെ, അപ്പോൾ ഞാൻ പൊതുവെ അങ്ങനെ അത്താഴത്തിന് ഇങ്ങനെ കൂടുതൽ ഇടയ്ക്ക് ഞാൻ പത്തിരിയും ബീഫും, പത്തിരി ചിക്കൻ, പത്തിരി മട്ടൻ, അതൊക്കെ ഞാൻ കഴിക്കും ഇടയ്ക്ക്. പക്ഷെ ചില സമയത്ത് എനിക്ക് അത്താഴത്തിന് ഭയങ്കര സ്പൈസിയൊക്കെ എനിക്ക് സ്റ്റൊമക് പെയിൻ ആവും. പിന്നെ എനിക്ക് അധികം സുഖം ഉണ്ടാവില്ല. ചില സമയത്ത് കഴിക്കും, ചില സമയത്ത് കുഴപ്പമില്ല. ചില സമയത്ത് ഭയങ്കര നേരത്തെ നീറ്റ് കഴിക്കുമ്പോൾ എനിക്ക് പണി കിട്ടും. എനിക്ക് അങ്ങനെയാണ്. ഈ പ്രാവശ്യം ഞാൻ അധികം റിസ്ക് എടുക്കല്ല, കാരണം വെറുതെ എന്തിനാ. അപ്പോൾ വാട്ടർമെലൻ ജ്യൂസും ഇതില് എനിക്ക് തോന്നുന്നു ഓറഞ്ചൊക്കെ പിന്നെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോ പിന്നെ നിങ്ങളുടെ വിശേഷങ്ങൾ പറയൂ. നിങ്ങളൊക്കെ എക്സാം തുടങ്ങിയോ? നിങ്ങളൊക്കെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? അങ്ങനെയൊക്കെ എല്ലാവരും കമന്റ് ചെയ്യാം. അപ്പോൾ ഞാൻ തിന്നു കഴിഞ്ഞിട്ട് പിന്നെ റിവൈസ് ചെയ്യും. അത് നിങ്ങളെ കാണിച്ചു തരാം. തിന്നട്ടെ.
സോ ഗൈസ് ഇപ്പോൾ ടൈം 7:15 സംതിങ് ആയി. ഞാൻ അതും കൂടെ റിവൈസ് ചെയ്തിട്ട് ഒരു ഹാഫ് ആൻ അവർ കിടന്നുറങ്ങി. ഇപ്പോൾ ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ഫ്രഷായി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ യൂണിഫോമൊക്കെ ഇട്ടിട്ട് ബാക്കി റെഡിയാവും. സോ ഗൈസ് അപ്പോൾ ഞാൻ ഫ്രഷായി യൂണിഫോമൊക്കെ ഇട്ടു. ഞാൻ ജസ്റ്റ് ഒന്ന് ഫേസ് റെഡിയാക്കാണ്. ഹെയർ ഞാൻ ഓൾറെഡി റെഡിയാക്കും. ഞാൻ ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്തിട്ട് പോണിയാക്കി ഒരു പോണിയിട്ട് അപ്പോൾ ഫേസൊക്കെ ഒന്ന് റെഡിയാക്കണം വേഗം. eyeliner. സോ ഗൈസ് അപ്പോൾ ഞാൻ റെഡിയാണ്. ഇനിയിപ്പോൾ സ്കൂളിൽ പോകണം, ടൈമായി. അപ്പോൾ നമുക്ക് സ്കൂളിൽ നിന്ന് വന്നിട്ട് സ്കൂളിൽ നിന്നൊക്കെ വന്നു. ഇപ്പോൾ അത്യാവശ്യം നേരമായി. ഞാൻ സ്കൂളിൽ നിന്ന് വന്നതൊരു 3:30 3:40 ഒക്കെ ആകുമ്പോഴാണ്. ഇപ്പോൾ ഒരു 5:15 സംതിങ് എന്തെങ്കിലും ആയിട്ടുണ്ടാകും. പിന്നെ സ്കൂളിൽ നിന്ന് വന്നിട്ട് നേരെ ഞാൻ പോയി ഫ്രഷായി. പിന്നെ വന്നു, പിന്നെ നമസ്കരിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കണമായിരുന്നു. ഭയങ്കര ടയേർഡായി, കാരണം അത്രയ്ക്കും ചൂടാണ് ഈയിടെയായിട്ട്. സ്കൂളിൽ പോയി അങ്ങനെ എല്ലായിട്ടും ടയേർഡായി. അപ്പോൾ ഇനി കുറച്ച് സ്കൂൾ വർക്ക്സും പിന്നെ ട്യൂഷൻ വർക്ക്സൊക്കെ ചെയ്ത് പെട്ടെന്ന് ചെയ്യണം. ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും നോമ്പ് തുറക്കണ സമയമായിട്ടുണ്ടാകും. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് ചെയ്യണം. സോ ചെയ്യട്ടെ. സോ ഗൈസ് അപ്പോൾ എൻ്റെ എല്ലാ വർക്കും തീർന്നു. കുറച്ച് 2-3 സബ്ജക്റ്റ് ഉണ്ടായിരുന്നു പഠിക്കാനും പിന്നെ ഓരോ ചെയ്യാൻ വർക്ക്സും. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഇഫ്താറിൻ്റെ ടൈമായി. അപ്പോൾ നമുക്ക് പോയി നോമ്പ് തുറക്കാം. ചുണ്ടിന്റെ അടിയിലേക്ക് എല്ലാം നിൽക്കല്ലോ. അപ്പൊ നോമ്പ് തുറന്നു കഴിഞ്ഞു. ഇപ്പോഴാണ് ഒരു ഇത് വന്നത്, ശക്തി വന്നത്. അപ്പോൾ നോമ്പ് തുറന്നു കഴിഞ്ഞു, നമസ്കരിച്ചു കഴിഞ്ഞു. നല്ല ആശ്വാസമുണ്ട്. പിന്നെ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് വന്നത്, ജസ്റ്റ് ഞാൻ ജേർണലിങ് ഞാൻ തുടങ്ങി. ഞാൻ ബുക്കിൽ അങ്ങനെ ജേർണലിങ് ചെയ്യാറില്ലായിരുന്നു. മീൻസ് ചെയ്ത് തുടങ്ങുന്ന സമയത്താണെങ്കിലും ഞാൻ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ ഒറ്റയ്ക്ക് നിർത്തും. കാരണം അതാണ്
പിന്നെ നമുക്ക് എഴുതാൻ മൂഡ് വരില്ല. അപ്പോൾ ഇതിന് പിന്നെയും ഒരു പുതിയ ബുക്കിൽ ഞാൻ തായ്ലാൻഡിൽ നിന്ന് ഞാനും അശ്മി ഒരേ ടൈപ്പ് ബുക്ക് മേടിച്ചു. അപ്പോൾ അതിലാണ് ഞാൻ തുടങ്ങിയേക്കണത്. അത് ഞാൻ 2 പേജ് എന്തോ ഞാൻ ചെയ്തു, വേറെ ഒന്നും ഞാൻ ചെയ്തല്ല. പിന്നെ മൂഡ് വരുമ്പോൾ അല്ലെങ്കിൽ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഫ്രീ ടൈം അപ്പോൾ ഞാൻ ചെയ്യും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അത് കാണിച്ചു തരാം. പിന്നെ എൻ്റെ സ്റ്റിക്കേഴ്സും ഞാൻ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട് തായ്ലാൻഡിൽ നിന്ന്. പിന്നെ അല്ലാണ്ട് എനിക്ക് ഡാഡ ബാംഗ്ലൂരോ അങ്ങനെ എന്തോ എവിടെ നിന്നോ കൊണ്ടുവന്ന സ്റ്റിക്കേഴ്സ്. പിന്നെ ഞാൻ കുറച്ച് പ്രിന്റ് ചെയ്ത് എടുത്ത കുറച്ച് പിക്സ് ജേർണൽ ചെയ്യുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ഒട്ടിക്കാൻ, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇന്ന് 5th ആണ്, മാർച്ച് 5th ആണ്. നാളെ 6th ആണ്. അപ്പോൾ നാളെയാണ് ഫസ്റ്റ് എക്സാം, ആനുവൽ എക്സാമിൻ്റെ ഫസ്റ്റ് എക്സാം. മീൻസ് മെയിൻ ഇമ്പോർട്ടൻ്റ് അല്ല, കമ്പ്യൂട്ടറിന് ചെയ്യിക്കാൻ അധികം ഇമ്പോർട്ടൻ്റ് അല്ലല്ലോ, ബാക്കി സബ്ജക്ട്സ് എല്ലാം ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ബാക്കി സബ്ജക്ട്സ് എല്ലാം മൺഡേ തുടങ്ങും. മൺഡേ ഫസ്റ്റ് സോഷ്യൽ സയൻസ് ആണ്. അപ്പോൾ നാളെ കമ്പ്യൂട്ടറും പിന്നെ മറ്റന്നാളെ GK-യുമാണ്. കമ്പ്യൂട്ടർ എക്സാമിന് വേണ്ടിയുള്ള ഞാൻ എല്ലാം പഠിച്ചു. സ്കൂളിൽ നിന്ന് തന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനായിട്ട് പോർഷൻസ് ചെയ്തു. 3 chapters ആണ്. അപ്പോൾ അതൊക്കെ ഞാൻ പഠിച്ചു. ഇനി ഇപ്പോൾ ട്യൂഷന് പോകാനുള്ള സമയമായി. ഇപ്പോൾ ട്യൂഷന് പോകണം. ട്യൂഷന് പോയി വന്നു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ, ട്യൂഷൻ മാത്സിനാണ്, മാത്സ് സബ്ജക്റ്റിനാണ്. ട്യൂഷൻ പോയി വന്നിട്ട് ജസ്റ്റ് കമ്പ്യൂട്ടർ റിവൈസ് ചെയ്യുക, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ പറ്റുമെങ്കിൽ സമയമുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും 1 പേജോ അങ്ങനെ എന്തെങ്കിലും ജേർണൽ ചെയ്യും, സംതിങ് എന്തെങ്കിലും എഴുതി വരച്ച് എനിക്ക്. അപ്പം ഈ നേരത്തെ ചെയ്ത ബുക്കെല്ലാം എടുത്തു വെക്കണം. പിന്നെ എൻ്റെ ജേർണൽ ബുക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാണ് സ്റ്റിക്കേഴ്സ്. ഇത് ഞാൻ പലതും യൂസ് ചെയ്തു. നല്ല ക്യൂട്ട് ഇങ്ങനെ കേക്ക്, ബട്ടർഫ്ലൈ, ട്രീ, പാൻ കേക്ക്, ഫ്ലവർ, ക്യാരറ്റ്, ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളുടെ സ്റ്റിക്കറാണ്. പിന്നെ അടുത്തെന്ന് പറയുമ്പോൾ ഷേപ്പ്, സ്റ്റാർ, ഹാർട്ട്, പപ്പീൻ്റെ ഷേപ്പ്, മീൻസ് അങ്ങനെ കുറച്ച് ഷേപ്പിൽ വന്ന കുറച്ച് സ്റ്റിക്കേഴ്സ്. ദെൻ ബാക്കി 2 ഉള്ളത് എൻ്റെ കുറച്ച് എന്താ പഫി സ്റ്റിക്കേഴ്സ് ആണെന്ന് തോന്നുന്നു ഇതിന് പറയണത്. പഫി സ്റ്റിക്കർ. ഇത് ആടെ ഇവിടെ പോയപ്പോൾ എനിക്ക് കൊണ്ടുവന്നതാണ്. പഫി സ്റ്റിക്കർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ തിക്കായി ഇങ്ങനെ ബബിൾ പോലെ ഇരിക്കുന്ന ഒരു സ്റ്റിക്കറാണ് പഫി. ഈ സ്റ്റിക്കറും പിന്നെ ABC സ്റ്റിക്കറും ലെറ്റേഴ്സിൻ്റെ സ്റ്റിക്കറും ഇതിലുണ്ട്. ജേർണൽ ചെയ്യുമ്പോൾ ഇതിലൊക്കെ യൂസ് ചെയ്യാൻ. സോ ഇതാണ് എൻ്റെ സ്റ്റിക്കേഴ്സ്. പിന്നെ ഇതാണ് എൻ്റെ ജേർണൽ ബുക്ക്. പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ ജസ്റ്റ് കാഷ്വലായി നോർമലായിട്ട് സിമ്പിളായി ചെയ്യണ ഒരു ബുക്കാണിത്. ഈ ഒരു ബുക്ക് ഉള്ളിൽ മാർച്ച് പറഞ്ഞ ജേർണലിങ്ങനെ മാർച്ച് 2025 സ്റ്റിക്കർ ഒട്ടിച്ചു, ഒന്ന് ഡ്രോ ഒക്കെ ചെയ്തു. നെക്സ്റ്റ് പേജ് എന്ന് പറയുന്നത് എബൌട്ട് മീ എന്ന് പറഞ്ഞ പേജാണ്. അതിൽ എൻ്റെ പിക്കും അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ റമദാൻ ഡേ 1 എന്ന് പറഞ്ഞൊരു പേജ്. ജസ്റ്റ് ഞാൻ ഡേ 1 മാത്രം ഒന്ന് എങ്ങനെയായിരുന്നു അങ്ങനത്തെ കുറച്ച് ഒന്ന് എഴുതി വെച്ചു. ജസ്റ്റ് ഡേ 1 മാത്രം. പിന്നെ ഇവിടെ കുറച്ച് ഞാൻ പ്രിന്റ് ചെയ്ത് എടുത്ത് വെച്ച പിക്സ് എല്ലാം ഈ ബുക്കിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇതൊക്കെ വേഗം എടുത്ത് വെച്ചിട്ട് എൻ്റെ ബുക്സ് എല്ലാം എടുത്ത് വെച്ചിട്ട് ട്യൂഷൻ പോകും. അപ്പോൾ ടാറ്റാ ഗൈസ്. അപ്പോൾ ട്യൂഷനെല്ലാം കഴിഞ്ഞ് വന്ന് ഇപ്പോൾ ടൈം 10:44 ആയി. ഞാൻ ട്യൂഷൻ കഴിഞ്ഞ് വന്നത് ഒരു 9:15 ആ ഒരു സമയത്തായിരുന്നു. അതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ല നാളെ കമ്പ്യൂട്ടർ എക്സാം ആണ്. അതിൻ്റെ ജസ്റ്റ് ഒന്നും കൂടി ജസ്റ്റ് പെട്ടെന്നൊന്ന് നോക്കിപ്പോയി, റിവൈസ് ചെയ്ത് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വെറുതെ ഇരുന്നു. പിന്നെ കുറച്ച് നേരം TV കണ്ടു. പിന്നെ അങ്ങനെയൊക്കെ വെറുതെ ഇരുന്നു. ഇപ്പോൾ 10:44 ആയി. ഞാൻ കുറച്ച് നേരം കഴിയുമ്പോൾ കിടക്കും. അതിന് മുമ്പ് ഞാൻ എന്തെങ്കിലും ചെയ്യാൻ തോന്നുന്നു. എനിക്ക് ജേർണലിങ്ങോ എനിക്ക് എന്തെങ്കിലും ഇങ്ങനെ ഡ്രോയിങ്, എന്തെങ്കിലും സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് ജേർണലിങ് അങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്നു. സോ എനിക്കിപ്പോൾ അങ്ങനെ ചെയ്യാൻ തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ജേർണലിങ് ചെയ്യാം. ഞാൻ നേരത്തെ കാണിച്ചാൽ സ്റ്റിക്കേഴ്സും ആ ബുക്കിൽ ജേർണലിങ് ടൈപ്പ് ചെയ്യാം. അപ്പോൾ ജേർണലിങ് ചെയ്യുമ്പോൾ ഞാൻ എനിക്ക് അറിയാവുന്ന, അതായത് ജേർണലിങ് എങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറയും. മീൻസ് എനിക്ക് അത്യാവശ്യം അങ്ങനെ അറിയില്ല.
ഞാനും റീസെന്റ് തുടങ്ങിയതാണ്. മുമ്പ് ഞാൻ എപ്പോഴും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ രീതികൾ ഇങ്ങനെ കുറച്ച് മാറി വന്നല്ലോ. അപ്പോൾ അതിനെ പഠിച്ച് ഇങ്ങനെ എങ്ങനെ ചെയ്യേണ്ടതൊക്കെ ഒന്ന് നോക്കി തന്നെ ഉള്ളൂ. സോ ഞാനത് ചെയ്യാം. എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയറും ചെയ്യാം. സോ ഗൈസ്, അപ്പോൾ ഞാൻ ഇപ്പോൾ ലാപ്ടോപ്പാണ് എടുത്തേക്കുന്നത്. അതിൽ ഞാൻ ഫസ്റ്റ് കുറച്ച് ഇൻസ്പോസ് ഞാൻ എടുക്കും. നെറ്റിൽ നിന്ന് ഞാൻ ഇതിലൊക്കെ സെർച്ച് ചെയ്തിട്ട് ജേർണലിങ് ഇന്ന പേജിൻ്റെ ടോപ്പിക്കിൽ ഇൻസ്പോസ് എടുക്കും. അത് ഞാനിപ്പോൾ എടുക്കാൻ പറയണം. പിന്നെ ഡാഡിനും വിളിച്ചിട്ടുണ്ടായിരുന്നു. ഡാഡി വരുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് എന്നെ റോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഡാഡാ വന്നില്ല, വരും. ഡാഡാ ഞാനിപ്പോൾ കുറച്ച് ടോപ്പിക്സും അങ്ങനെ ഇൻസ്പോസ് നോക്കലാണ്. ഡാഡാ ഞാൻ എസ്തെറ്റിക് ജേർണൽ ഇൻസ്പോസ് അങ്ങനെയൊക്കെയാണ് ഞാൻ അടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ അടിക്കുമ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള വരും. യെസ്, സുനുവിന്റെ സ്പെഷ്യൽ തുടങ്ങിയത് എക്സാം സ്റ്റാർട്ട് ചെയ്യണം. അല്ല സുനു, സുനു ഫുള്ള് കോൺഫിഡന്റ് കംപ്ലീറ്റ് ഓൾ സെറ്റ് ആണെന്ന് പറഞ്ഞു. നാളെ എന്താന്ന് പറഞ്ഞു? നാളെ കമ്പ്യൂട്ടറാണ്. നീ എന്തോ ഇന്നലെ ചെയ്യണ്ടായിരുന്നല്ലോ. ഇന്നലെ ഞാനായിട്ട് 2 ദിവസം ഞാൻ ചെയ്തു വെറുതെ ഇതില് ചെയ്യാന്ന് വിചാരിക്കും. അതൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തായിരുന്നു. ഹാൻഡ് റൈറ്റിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്റെയൊക്കെ ഹാൻഡ് റൈറ്റിംഗ് എന്ത് ശോകം അറിയും. എന്റെ ഹാൻഡ് റൈറ്റിംഗ് ഫുള്ള് മറ്റേ നമ്മള് പണ്ട് ആയുർവേദ ഡോക്ടർമാരുടെ ഹാൻഡ് റൈറ്റിംഗ് ഭയങ്കര ശോകം പിടിച്ച ഹാൻഡ് റൈറ്റിംഗ് ഉണ്ട്. പക്ഷെ ഇവളുടെ ഹാൻഡ് റൈറ്റിംഗ് നല്ല രസമുണ്ട്. കാണിച്ചു കൊടുത്താറില്ലേ? ഇത് സെറ്റ് ചെയ്തൊക്കെ കാണിച്ചു കൊടുത്തില്ലേ? നല്ല രസമുണ്ട്. എന്റെ മോൾ കഴിവുള്ളവളാണ്. ഇതൊന്നല്ല ഗൈസ്, അവർക്ക് വേറെ കഴിവുകളുണ്ട്. നന്നായിട്ട് പാട്ട് പാടും, അടിപൊളിയായിട്ട് പാടും. പക്ഷേ ഇല്ലേ ഭയങ്കര ചമ്മലാണ്. ഞാൻ പറയും എടി നമുക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിലും നമ്മളത് സോഷ്യൽ മീഡിയയിലൂടെ ആണെങ്കിലും 4 ആൾക്കാരെ അറിയിക്കണം. അപ്പൊ അവരുടെ അഭിപ്രായങ്ങളൊക്കെ പറയും. അപ്പൊ നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. മനസ്സിലായോ? നെഗറ്റീവും വരും പോസിറ്റീവും വരും. നമ്മൾ നെഗറ്റീവ് ഒന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ചിലത് നല്ല രീതിയിൽ പറഞ്ഞു തരുകയും ചെയ്യും. മനസ്സിലായോ? മോളെ അത് ശരിയല്ല, അല്ലെങ്കിൽ ഇത് ശരിയല്ല. അത്രത്തോളം നമുക്ക് നമ്മുടെ കഴിവിനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവർക്ക് ഭയങ്കര ചമ്മലാണ്. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു സുനു എന്തെങ്കിലും പാടിയൊക്കെ ഇടും, സുനു ഞാൻ ഷൂട്ട് ചെയ്ത് തരാം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. മിസ്സിന് നിങ്ങൾ തന്നെ പറയണ്ട, കമന്റ് ബോക്സിൽ നിങ്ങൾ തന്നെ പറയണം. അല്ലെ പറ, നീ പാടൂല നന്നായിട്ട്? പാടുമെങ്കിൽ പാടണം. മനസ്സിലായോ? പാടുമെങ്കിൽ പാടണം. അത് ആൾക്കാരെ അറിയട്ടെ പാടും എന്നൊക്കെ. അങ്ങനത്തെ കഴിവൊക്കെ ഉള്ള ആൾക്കാരെ അറിയാം. ഞാൻ ചെറുപ്പത്തിൽ പാടുമായിരുന്നു ഗീസ്. ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ഹിന്ദി സോങ് നന്നായിട്ട് പാടുമായിരുന്നു. ഒരു ബീറ്റ്സ് ഓഫ് കൊച്ചിൻ എന്ന് പറഞ്ഞിട്ട് ഞാനും എന്റെ ഫ്രണ്ട് ഷമീറും കൂടെ ഞങ്ങളൊരു ചെറിയൊരു ട്രൂപ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അതിന്റെ കരോക്കെ പാടും. ഒരുപാട് കല്യാണ വീടുകളിലൊക്കെ ഞാൻ കരോക്കെ പാടാൻ പോയിട്ടുണ്ട്. അമ്പലത്തിൽ ഉത്സവമൊക്കെ ഉണ്ടാവില്ല, ഉത്സവത്തിനൊക്കെ ഞങ്ങൾ സ്റ്റേജ് ഷോയിലൊക്കെ ഞാൻ പാടിയിട്ടുള്ളതാണ്. പണ്ട് ഇങ്ങനെ അതൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും, ഓർമ്മ ഉണ്ടാവുമായിരിക്കും. ആ ടൈമിൽ നന്നായിട്ട് പാടും. പക്ഷെ ഞാൻ ഈ ഫുട്പാത്തിൽ കച്ചവടം കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുറെ വെയിലും കാര്യങ്ങളൊക്കെ കൊള്ളലും ഇതൊക്കെ ആകുമ്പോൾ സൗണ്ട് ഇങ്ങനെ ചേഞ്ച് ആകാൻ തുടങ്ങി. അങ്ങനെ ഫുള്ള് കൊളായതാണ്. പക്ഷെ എന്നാലും ഇപ്പോഴും ആണെങ്കിൽ ഒരു മൂളിപ്പാട്ടൊക്കെ പാടും, അത് വേറെ വിഷയം. ആ കഴിവ് എന്നെ മോക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കിട്ടുമ്പോഴത്തേക്കും പാടണം, നന്നായിട്ട് പാടണമെങ്കിൽ പാടി ആൾക്കാരെ കഴിവ് നമ്മള് മനസ്സിലാക്കണം. ഗൈസ് നിങ്ങൾ കമന്റ് ഇടണം, നിങ്ങൾ പറയണം പാടാൻ. നിങ്ങളുടെ അഭിപ്രായം വേണം, സുനു പാടണം വേണ്ടെന്നുള്ളത്. സുനു ഇപ്പൊ ചിലപ്പോ ഞാൻ പറഞ്ഞ മോട്ടിവേഷൻ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞെങ്കിലും മോട്ടിവേഷൻ ആയിട്ട് അല്ലേ, നോക്കാം നമുക്ക്. എന്നിട്ട് ഞാൻ സുനുവിന്റെ ഇൻസ്റ്റയില് അത് അപ്ലോഡ് ചെയ്യാനും യൂട്യൂബിൽ നമുക്ക് ഷോർട്സിലൊക്കെ അപ്ലോഡ് ചെയ്യാനും സുനു പാടുന്നത്. സുനു ഏതാണ് നന്നായിട്ട് പാടിക്കൊണ്ടെന്ന് വെച്ചാൽ ഏത് സോങ് ആയിരുന്നു? ജോലന്റെ 2 ലൈൻ നൈസായിട്ട് 2 ലൈൻ പാടി കേൾപ്പിച്ചു കൊടുത്തു. അതൊക്കെ കേട്ടിട്ട് അവര് പറയട്ടെ പാടി നോക്കുകയാണെങ്കിൽ
മുതൽ എന്റെ ചുമയായിട്ട് കുറച്ച് സൗണ്ട് ശരിയാ 2 ദിവസമായിട്ട് അവർക്ക് നല്ല കോൾഡ് ചുമയൊക്കെ ഉണ്ടായിരുന്നു. അത് എബ്രൂനും കിട്ടിയിട്ടുണ്ട്. എന്താ അവന് നല്ല ചുമക്കുണ്ടായിരുന്നു. അപ്പൊ നോക്കി സെറ്റ് ചെയ്യാൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനങ്ങോട്ട് പോട്ടെ. ഞാൻ വരാം. നീ അതെല്ലാം റെഡിയാക്കി വെക്ക്. ഞാനൊന്ന് ഫ്രഷ് ആയിട്ടുണ്ട്. ജിമ്മിലൊക്കെ പോയി പോകുന്നു. ഫ്രഷ് ആയിട്ട്. ഓക്കെ. അപ്പൊ ഗൈസ്, അപ്പൊ നിങ്ങൾ സുനു പാടണം വേണ്ടെന്നുള്ള അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ എന്താ പ്രശ്നം എന്നറിയോ, ചില വീഡിയോസിന് സുനുവിന്റെ കമന്റ് ബോക്സ് ഓൺ ആവൂല. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കിഡല്ലേ, 13 വയസ്സിന്റെ യൂട്യൂബ് ചാനലാണല്ലോ. അപ്പൊ അതില് നമ്മൾ പാരന്റ്സ് മിക്ക ഷോട്ടുകളിലും നമ്മൾ കൂടെ വേണം, എന്നാലേ ആ കമന്റ് ബോക്സ് ഓൺ ആവുള്ളൂ. അപ്പൊ കഴിഞ്ഞ വീഡിയോയിലൊക്കെ അധികം ഇല്ല, സുനു തന്നെത്താനെ ചെയ്തത്. അപ്പൊ ഇതിന്റെ അകത്തും സുനു തന്നെത്താനെ കൂടുതൽ ചെയ്തിട്ടില്ല. അപ്പൊ ഇതിന്റെ ഓൺ ആവുകയില്ലെന്ന് അറിയില്ല. അല്ലാണ്ട് ഞങ്ങളിത് മനഃപൂർവ്വം ഓഫ് ചെയ്തിട്ടൊന്നല്ല. അത് ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഈ കിഡ്സിന്റെ കൂടെ എപ്പോഴും നമ്മൾ പാരന്റ്സ് കൂടെ ഉണ്ടായാൽ മാത്രമേ ഉള്ളൂ അതിന്റെ കമന്റ് ബോക്സ് ഓൺ ആവുള്ളൂ. നമുക്ക് എന്തായാലും നോക്കാം അല്ലേ. കഴിഞ്ഞ വീട്ടിൽ ഒരു ക്ലിപ്പിംഗ് എന്തോ ഉണ്ടായിരുന്നുള്ളൂ, അതാണ് ഒരു ക്ലിപ്പിംഗ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇതില് നമുക്ക് നോക്കാം ഓൺ ആവുന്നു. എന്നാലും അവർക്ക് കമന്റ് ബോക്സ് ഓൺ ആയുള്ള അവരുടെ അഭിപ്രായം പറയാൻ പറ്റില്ല. അതും കൂടെ നമ്മൾ പറയണമല്ലോ. ഓക്കെ സിനു, നീ ചെയ്യും. ഞാനിപ്പോ പോയിട്ട് ഫ്രഷ് ആയിട്ടൊക്കെ വരാം. അപ്പൊ ഒരു കിട്ടി, ബട്ട് എക്സാക്ട്ലി ഞാൻ ഇതുപോലെ ചെയ്യല്ല. കുറച്ചുകൂടെ ഭയങ്കര സിമ്പിൾ ആയിട്ട് ചെയ്യണം. കാരണം നമുക്കിങ്ങനെ ചില സമയത്ത് ഇങ്ങനെ വരുമല്ലോ. അതായത് നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ എന്തെങ്കിലും കളർ ചെയ്യണതാണ്. അപ്പോൾ അത്യാവശ്യം വലിയ പിക്കോ അല്ലെങ്കിൽ ഇതാണ് ഡ്രോയിങ് ആണ്, നമ്മളതൊരു കളർ ചെയ്ത് ഒരു ഹാഫ് അല്ലെങ്കിൽ ഹാഫ് പോലെ എത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ മീൻസ് വേറെ ഒന്നല്ല, ഇങ്ങനത്തെ ആക്ടിവിറ്റീസ്. അപ്പോൾ ഇത് കളർ ചെയ്ത് ലാസ്റ്റ് നമുക്ക് മതിയാവാൻ തുടങ്ങും. എനിക്കിപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ, ഇപ്പോഴേ മതിയാവാൻ തുടങ്ങി. സിമ്പിളായിട്ട് ഇങ്ങനെ ഭയങ്കര സിമ്പിൾ ഇങ്ങനെ മിനിമൽ ആയിട്ടുള്ളത് ഞാൻ നോക്കണേണ്. അതായിട്ട് അതേപോലെ ഞാൻ ചെയ്യും. എൻ്റെ പ്രിഫറൻസ് ഉള്ളത്, അതായത് ഇപ്പോൾ ഞാനിപ്പോൾ നോക്കിയ ടോപ്പിക്ക് ലിറിക്സ് ഐ ലവ് എന്ന് പറഞ്ഞ ടോപ്പിക്ക്. എന്തായാലും വേറെ പാട്ടിനെ പറ്റിയല്ലേ പറഞ്ഞത്. അപ്പം ഞാൻ ലിറിക്സ്, എനിക്കിഷ്ടമുള്ള ലിറിക്സ് ഒക്കെ എഴുതാമെന്ന് വിചാരിച്ചു. എന്നിട്ട് എനിക്കിഷ്ടമുള്ള ലിറിക്സ് എഴുതണം, ആ പാട്ടിൻ്റെ പേരും എഴുതിയിട്ട് പിന്നെ സ്റ്റിക്കേഴ്സ്, കളേഴ്സ് അങ്ങനെ കുറച്ച് ഭംഗിയായിട്ട് ഇതാക്കാനാണ് എൻ്റെ പ്ലാൻ. സോ പാട്ടിനെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ പാടും, അത്യാവശ്യം പാടും. പക്ഷേ ഇപ്പം എൻ്റെ സൗണ്ടൊക്കെ അത്യാവശ്യം പോയി കിടക്കുക. ഇടയ്ക്ക് ഭയങ്കര ഒരു റഫ് വോയിസ് വരും, കിച്ച് കിച്ച് പോലെ. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഇടണോട്ടെ. നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ ഞാൻ പാടുന്നതിനെ കുറിച്ച്? ഞാൻ പാടാമെന്ന് പാടിയിട്ട് റീൽ ഇടാമെന്ന് വിചാരിക്കുകയാണ്, റീലും ഷോർട്സൊക്കെ. നിങ്ങൾ കമൻറ്റ് ചെയ്യുക, പാടിയാൽ എങ്ങനെയായിരിക്കും അങ്ങനെയൊക്കെ. ഞാൻ റീസെൻ്റ്ലി ഞാൻ ഭയങ്കര ഒബ്സസ്ഡായ, എനിക്ക് ഭയങ്കര ഇഷ്ടമായ പാട്ട് ജോലാണ്. ജോലും പിന്നെ ഇപ്പോൾ ഇന്നലെ ഞാനൊരു പാട്ട് എന്താ മാം അങ്ങനെ എന്തോ MAAND, അത് ഇപ്പോൾ ഞാൻ കുറച്ച് നേരം മുമ്പ് പോലും കേട്ടതോടെ ഞാൻ ജസ്റ്റ് ഒന്ന് അതും പാടി നോക്കി. അതും നൈസായിട്ട് വരുന്നുണ്ട്. അതും നല്ല പാട്ട്. എനിക്ക് അങ്ങനത്തെ പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടം. ജോലൊക്കെ അടിപൊളിയായിരിക്കും. എനിക്ക് അങ്ങനത്തെ പാട്ടൊക്കെ ഇഷ്ടമാണ്, ജോലി. ഓക്കെ. അപ്പോൾ ഞാൻ അന്നൊരു കാര്യം ചെയ്യാൻ, ഞാൻ ഈ സെയിം ഒരു പാറ്റേൺ തന്നെ പിടിക്കാം. അതായത് ഈ ഫോട്ടോയിൽ ഞാൻ കാണിച്ചു തരാം. ഈ ഫോട്ടോയിലപ്പോൾ ഇതാണ് ഞാൻ നോക്കണ ഒരു ഇത് ഇൻസ്പോ. അപ്പോൾ ഞാൻ ഈ ലെറ്റേഴ്സൊക്കെ ഞാൻ അതേപോലെ ചെയ്യല്ല, ബോക്സ് ടൈപ്പ് ചെയ്യല്ല. ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് ഈ ഇതൊക്കെ ഹെഡിങ് എഴുതും. ദെൻ ഒരു ഹൈലൈറ്റർ വെച്ച് എന്തെങ്കിലും ഞാൻ അത് ഹൈലൈറ്റ് ചെയ്യും. ഓർ ലൈൻ സ്റ്റിക്കേഴ്സ് അങ്ങനെയൊക്കെ ഞാൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഓർ ലിറിക്സ് ആയി ലവ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ABCD സ്റ്റിക്കർ തൊട്ടിക്കാം. അപ്പോൾ കുറച്ചും കൂടെ അട്രാക്റ്റീവാണ് ഭയങ്കരമായിട്ട്. ഞാൻ എബൌട്ട് മീ അങ്ങനെയാണ് ഒട്ടിച്ചത്. ഭയങ്കര രസമായിരിക്കും കാണാൻ. പക്ഷെ ഇപ്പോൾ ആ ലെറ്റേഴ്സൊക്കെ ഉണ്ടാകാൻ നോക്കണം. കാരണം ഞാൻ 2-3 പ്രാവശ്യം യൂസ് ചെയ്തതിപ്പോൾ തീരാറായില്ല. ചില ലെറ്റേഴ്സൊക്കെ തീർന്നു. അപ്പോൾ അങ്ങനെ ഇട്ടിട്ട് പിന്നെ ബാക്കി സോങ്സൊക്കെ ഇവിടെ ഒന്ന് അങ്ങനത്തെ ഒരു ഓർഡറിൽ ബാക്കി ഞാൻ അങ്ങനെ പോവാം.
പിന്നെ ഈ ഒരു ഇത് നോക്കേണ്ട ആവശ്യമില്ല. ഇൻസ്പോ ബാക്കിയില്ല. ഞാൻ എൻ്റെ ഒരു ഇതിനനുസരിച്ചാണ് ഞാൻ ചെയ്യാന്ന് വിചാരിക്കുന്നത്. അങ്ങനെ ചെയ്യാം. പിന്നെ ഇതൊക്കെ ചെയ്ത് വരുമ്പോൾ ഒരു ലോങ് പ്രോസസ്സ് ആയതുകൊണ്ട് ഇത് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്യലും സ്റ്റിക്കേഴ്സ് ഒട്ടിക്കലും ഹൈലൈറ്റ് ചെയ്യലും അത് അത്യാവശ്യം നേരമുള്ള ഒരു ഇത് സംഭവം. ജേർണലിംഗ് എന്ന് പറഞ്ഞാൽ ഈസി അല്ല. ഈസി ആകും വെൻ ഇങ്ങനെ ജേർണൽ ക്വസ്റ്റ്യൻസ്, അതായത് പ്രോംപ്റ്റ്സ് ഒക്കെ ഇട്ടിട്ട് ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ്, അതായത് ഹൗ വാസ് യുവർ ഡേ, ഹൗ ഗ്രേറ്റ്ഫുൾ ആർ യു ഫോർ ദിസ് ഡേ ഓർ ടുഡേ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസും പിന്നെ അതിൻ്റെ ആൻസേഴ്സ് ആണെങ്കിൽ ഈസിയാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നമ്മളുടെ ഇതൊക്കെ ഇട്ടിട്ട് നമുക്കത് തീർക്കാം. ചിലവർ അങ്ങനെയാണ് ജേർണൽ ചെയ്യുന്നത്. ചിലവർ ഭയങ്കര അട്രാക്റ്റീവ്, ക്യൂട്ട്, എസ്തറ്റിക് ആയിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് ആ ഒരു ഇത് പിടിക്കാനാണ് ആഗ്രഹം. പക്ഷെ അത് അത്ര ഈസി അല്ല. ചെയ്യണം, അത്യാവശ്യം നേരത്തെ ചെയ്യണം. ഇത് ചെയ്യാൻ തന്നെ ഇപ്പോൾ കുറച്ച് നേരം എടുക്കും. അപ്പോഴത്തേക്ക് എൻ്റെ ഉറങ്ങുന്ന സമയം ഇപ്പോൾ 10-11 സംതിങ് എന്തായി. അതൊക്കെ ചെയ്ത് വരുമ്പോൾ വരെ എനിക്കിങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. സോ ഞാനൊരു കാര്യം അറിയിച്ചു, നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ചെയ്തതിൻ്റെ റിസൾട്ട് ഞാൻ കാണിക്കാം. ഈ വീഡിയോയിൽ എന്തായാലും പറ്റില്ല, കാരണം അത് ലോങ് പ്രോസസ്സാണ്. സോ ഓക്കെ, ഇതിൻ്റെ റിസൾട്ടൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോ കാണിക്കാം. അപ്പോൾ അത്യാവശ്യം കണ്ടന്റൊക്കെ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്യണം. അത് കുറച്ച് പാടാണ്, കാരണം ഇപ്പോൾ ഫുൾ എക്സാം തന്നെയാണ്. ഭയങ്കര ബിസി സ്കെഡ്യൂളാണ്. അത്രയും ടഫല്ലേ. ആനുവൽ എക്സാം 80 ആണ് മാർക്ക്, 80ലാണ് മാർക്ക്. ചാൻസ് ഇല്ല, കാരണം സമയം കിട്ടൂല. ഇതൊക്കെ കഴിയുമ്പോൾ വെക്കേഷനാണ്. ഞാൻ കുറേ കണ്ടന്റൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഓക്കെ, അപ്പം ഞാനിത് ബാക്കി ചെയ്തിട്ട് അടുത്ത വീഡിയോ കാണിക്കാം. പിന്നെ എന്തെങ്കിലും ഇപ്പോൾ കുറച്ചൊക്കെ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അത് ഷെയർ ചെയ്യാം. ഗൈസ്, അപ്പൊ നമ്മളെല്ലാരും ഡിന്നറൊക്കെ കഴിച്ചു കഴിഞ്ഞ് വെറുതെ ഇവിടെ ഇരിക്കണേണ്. യൂഷ്വലി നമ്മളിങ്ങനെ ഡിന്നർ കഴിഞ്ഞിട്ട് കുറച്ചു നേരം ഇങ്ങനെ ചിറ്റാറ്റ് ചെയ്യും. ഇവരാണെങ്കിൽ സ്കൂളിൽ നടന്ന കാര്യമൊക്കെ പറയും. എസ്പെഷ്യലി ഞാൻ കൂടുതലാണ് ചിറ്റാറ്റ് ചെയ്യാറുള്ളത്. ഞങ്ങൾ നമ്മൾ ഇടിയാണ് എപ്പോഴും. അത് ചെയ്തല്ലേ, ഇത് ചെയ്തല്ലേ, അതെടുത്ത് നോക്ക്, ഇതെടുത്ത് നോക്ക്, അതൊക്കെ തന്നെ മോമിനെ കൊടുത്തു. അപ്പൊ എന്റെ ഇത് ഇഫ്താറത്തെ ജ്യൂസാണ്. ഇഫ്താറത്തെ ജ്യൂസ് ഇഫ്താറിന് വെക്കുക, അതിനുള്ള ജ്യൂസാണ്. ഞാൻ കുടിച്ചിട്ടില്ല, അപ്പൊ നമുക്ക് വയസ്സില്ലാവല്ലോ. സോ ഞാൻ യൂഷ്വലി ഡിന്നറൊക്കെ കഴിഞ്ഞ് കുടിക്കാറുണ്ട്. സുനു അങ്ങനെ വെക്കാറുണ്ട് അല്ലേ? ചില സമയത്ത് ഞാൻ ഇഫ്താറിന് കുടിച്ച് ഇപ്പോഴും കുടിച്ച് ഇവിടെയൊക്കെ കുട്ടനൊക്കെ കളിച്ചോണ്ടിരിക്കണം, വൈബാക്കിക്കൊണ്ടിരിക്കണം. വൈബ് എന്തൊക്കെ പറയാൻ സുനുന്റെ ഡേ ഇസ് റംദാൻ ഡേ ഇൻ യുവർ ലൈഫ് അല്ലേ? ഒരു ബിസി റമദാൻ ഇൻ മൈ ലൈഫ്. Actually you are busy because school പോണം, early morning എണീക്കണം, back from school you have to go to tuition. Actually she's busy. എക്സാം ഒന്നും ഇല്ലായിരുന്നു, വേറെ നൈസ് ആയിട്ട് പോയായിരുന്നു. പക്ഷെ ഇപ്പൊ ഫുൾ ഇതാണ്. It's okay, ഒരു 10-15 days പിന്നെ ഫ്രീ ആവും അല്ലെ? 2 months പൊളിക്കാം ഇൻഷാല്ലാ. ഇപ്പൊ ഗൈസ്, മറക്കണ്ട, നിങ്ങൾക്ക് മമാർത്തിന്റെ ലെമൺ ആൻഡ് ഡാൻഡ്രഫ് ഷാംപൂ ആൻഡ് കണ്ടീഷണർ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടിട്ടുണ്ടാവും. സോ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. സോ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.